ILRന്റെ കേസിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു ഗുഡ് ന്യൂസ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഗുഡ് ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് നമ്മൾ കാണുമ്പോഴും എവിടെയൊക്കെ പോകുമ്പോഴും ചോദിക്കുന്നത് ചേട്ടാ ഒന്ന് ILRന്റെ പുതിയ അപ്ഡേറ്റ് അപ്പോൾ എല്ലാവരും ഈ അപ്ഡേറ്റുകൾ വെയിറ്റ് ചെയ്തിരിക്കും. കാരണം വെച്ചാൽ 2 മില്യണോളം ആളുകളാണ് ഈ വരുന്ന വർഷങ്ങളിൽ PR എടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ചെറിയ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഗൈസ്, ആദ്യമായിട്ടൊക്കെയാണ് ഈ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഡിസ്ക്രിപ്ഷനിലേക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. ജസ്റ്റിസ് ആൻഡ് ഹോം അഫെയർ കമ്മിറ്റി, നമുക്ക് ഇടയിൽ ഷബാന മുഹമ്മദിനെ വട്ടത്തിൽ ഈ ഹോം അഫെയർ കമ്മിറ്റിയിലുള്ള ആൾക്കാരിട്ട് ചോദ്യം ചോദിച്ച് മറ്റെന്താ പറയുക, വെള്ളം കുടിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ പക്ക കുറുക്കി കൊള്ളുന്നതായിരുന്നു. അതിനകത്ത് ഒന്ന് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ നിയമത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇത് ഏത് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും? ഇതിൻ്റെ റിസ്ക് അസസ്മെൻ്റ് ഉണ്ടോ? ഇതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? അതായത് ഇവിടുത്തെ സോഷ്യൽ കെയർ സെക്ടർ ഈ ഒരു നിയമം കൊണ്ടുവന്ന് തകരില്ലെന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ ആയിരം ചോദ്യം ചോദിച്ചപ്പോൾ ഷബാന മുഹമ്മദിന് ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനില്ല. ഒറ്റപ്പിടി അത് മാത്രമേ ഉള്ളൂ. നിയമം കൊണ്ടുവരണം, ഇത്രയും 2 മില്യണോളം ആളുകൾ ബോറിസ് ജോൺസൺ കൊണ്ടുവന്നു. അപ്പോൾ ബോറിസ് ജോൺസൺ കൊണ്ടുവന്ന ആൾക്കാർ ഇനി ഇവിടെ PR എടുക്കരുത്. അതായത് ലോ സ്കിൽഡ് വർക്കേഴ്സ്, പിന്നെ അങ്ങനെ കുറേ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് ഇല്ലെങ്കിൽ നമ്മളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു തീരുമാനം വന്നിരിക്കുന്നു. അതായത് ഹോം അഫെയർ കമ്മിറ്റി, അതായത് ഞാൻ പറഞ്ഞ ജസ്റ്റിസ് ആൻഡ് ഹോം അഫെയർ കമ്മിറ്റി, അതിനകത്ത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് ആൻഡ് ഹോം അഫെയർ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ the House of Lords to consider justice and home affairs, including the domestic criminal justice system and international cooperation in respect of criminal justice, civil justice, migration and asylum. ഓക്കെ, ഇതിനകത്ത് മൈഗ്രേഷനിലാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്ന കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ ജസ്റ്റിസ് ഹോം അഫെയർ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അൺഫെയർ ആണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സോഷ്യൽ കെയർ സെക്ടർ, ആ ഇൻഡസ്ട്രി തകരും. ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഈ ഒരു ഗവൺമെൻറ് പഠിച്ചിട്ടില്ല. ഓക്കെ, ഈ സെറ്റിൽമെൻറ്റ്, അതായത് ഗവൺമെൻറ് പ്ലാൻ ടു എക്സ്റ്റെൻഡ് ദ റൂട്ട് ടു സെറ്റിൽമെൻറ്റ് ഈസ് റോങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വളരെ ക്ലിയർ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ 10 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം ഒന്ന് അൺഫെയർ ആണ്, അത് തെറ്റുമാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചേഞ്ചിങ് ദ റൂൾ ഫോർ പീപ്പിൾ ഓൾറെഡി ഹിയർ ഈസ് മാനിഫെസ്റ്റ്ലി അൺഫെയർ എന്നാണ്. അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ 2.5 മില്യൺ പീപ്പിൾ, മോർ ദൻ ഹാഫ് ഓഫ് ഓൾ ദോസ് ഓൺ ടെമ്പററി വിസാസ് ടു എക്സ്റ്റെൻഡ് ഓഫ് 2024 ഹെൽ വിസ ദ കറൻ്റ്ലി ഹാവ് 5 ഇയർ പാത്ത് ടു സെറ്റിൽമെൻറ്റ്. അതായത് ഓൾറെഡി 2-3 വർഷം 4 വർഷം കൂടി വന്ന ആൾക്കാർ PR എടുക്കാറാവുമ്പോൾ ഗോൾ പോസ്റ്റ് എടുത്ത് മാറ്റി വെക്കുന്നത് ശരിയാണോ എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ദ ഹൗസ് ഓഫ് ലോർഡ്സ് തന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്മിറ്റിയുടെ ഈ ഒരു റിപ്പോർട്ട് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അതായത് ഗവൺമെൻറ് ഈ റൂൾ കൊണ്ടുവരാൻ നോക്കിയാൽ പോലും എതിർപ്പിന് ഒരു കൈയും കണക്കും ഉണ്ടാവില്ല. ഇത് കോർട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ച് നമുക്ക് ഈസിലി ഇവർക്ക് പണി മേടിച്ചു കൊടുക്കാൻ പറ്റും. അതിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ കെയർ വർക്കർ ആൻഡ് സ്കിൽഡ് വർക്കർ ഫേസ് ദ വേസ്റ്റ് ഓഫ് ഇറ്റ്. അതായത് ഈ റിപ്പോർട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കെയർ വർക്കേഴ്സിൻ്റെ കമ്മിറ്റിക്ക് ഇവർ ഒരുപാട് എന്താ പറയുക ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇവർ ഹെൽത്ത് സർചാർജ് പേ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഇവരൊക്കെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ, ഹെൽത്ത് സർചാർജ്. അപ്പോൾ നേരെ ഇവിടുത്തെ സിറ്റിസൺസ് ഉൾപ്പെടെ പല കാര്യങ്ങളും പേ ചെയ്യുന്നില്ലെന്ന് ഹൗസ് ഓഫ് ലോർഡ്സും തിരിച്ചടിക്കുകയുണ്ടായി എന്നും അറിയുന്നു. അതിനകത്ത് നല്ല കാര്യമല്ലേ? നല്ല കാര്യം. ദ കോസ്റ്റ് ഓഫ് സിസ്റ്റം ഈസ് ഓൾറെഡി ടു ഹെവി. ഓക്കെ, ദ സ്കിൽഡ് വർക്കേഴ്സ് paying for outside the UK currently pays around £6,793. Application fees and immigration health charge over 5 years. Okay, ഇപ്പോൾ ഹോം ഓഫീസ് ഈ പറഞ്ഞ ജസ്റ്റിസ് കമ്മിറ്റി
ഹോം ഓഫീസിൻ്റെ ജസ്റ്റിസ് കമ്മിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ ഡീപ്പായിട്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതായത് ഹോം സെക്രട്ടറി നിയമം കൊണ്ടുവന്ന് പടപടാന്ന് അലക്കിയ പോലെയല്ല, ഇവർ തറവായിട്ട് പഠിച്ചിട്ടാണ് ഈ ഒരു കാര്യം കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്നത്. ചിൽഡ്രൻ ഷുഡ് നോട്ട് പേ ഫോർ ദെയർ പേരൻസ് വിസ സ്റ്റാറ്റസ്. ഓക്കെ, അതുമാത്രമല്ല ഗവൺമെൻറ് ഹാസ് നോട്ട് ഡൺ ഇറ്റ്സ് ഹോം വർക്ക്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈനാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, one of the most striking finding in the report is that government has not published a single impact assessment for any of this proposed changes. മനസ്സിലായോ? അതായത് നമ്മുടെ ഷബാന മുഹമ്മദ് വന്നിട്ട് ഒരു സാധനവും പഠിക്കാതെ വന്നിട്ട് ഇതാണ് പോളിസി, ഇതാണ് വരാൻ പോകുന്നത് എന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഓക്കെ, അപ്പോൾ ദ കമ്മിറ്റി ഈസ് കാളിംഗ് ഫോർ ദ ഗവൺമെൻറ് ടു പബ്ലിഷ് ഇമ്പാക്ട് അസസ്മെൻറ്റ് ആൻഡ് ടു engage seriously with the parliament and with the people these will affect. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് കൊണ്ടുവരണം. ഇത് ഈ പറഞ്ഞ ഇൻഡസ്ട്രികളെ എങ്ങനെ ബാധിക്കും, ഇവിടെയുള്ള ജനങ്ങളെ എങ്ങനെ ബാധിക്കും, ഈ വിസയിൽ നിൽക്കുന്നവരെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യത്തിന് ഒരു ക്ലാരിറ്റിയൊക്കെ വേണ്ടേ? സോ ഗൈസ്, ഏകദേശം കൊണ്ട് ഉറപ്പാണ് സെപ്റ്റംബർ ലാസ്റ്റും ഈ നിയമം വരാനുള്ള സാധ്യതകളില്ല. ഇനി വന്നാൽ തന്നെ 8ൻ്റെ പണിയായിരിക്കും ഗവൺമെൻറ്റിന് കിട്ടാൻ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താ പറയുക, നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ കോർട്ടിൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. വാട്ട് ദിസ് മീൻ ഫോർ യു, ദ ഹൗസ് ഓഫ് ലോർഡ് ഡസ് നോട്ട് മേക്ക് എ ലോ, ഓക്കെ, ബട്ട് ദിസ് റിപ്പോർട്ട് ക്യാരീസ് റിയൽ വെയ്റ്റ്. ഇറ്റ്സ് ദ ഫോർമൽ പാർലമെൻ്ററി റെക്കമെൻഡേഷൻ. ദ ഗവൺമെൻറ് ഈസ് റിക്വയർഡ് ടു റെസ്പോണ്ട് ടു ഇറ്റ്. അതായത് ഗവൺമെൻറ് ഇമ്മീഡിയറ്റ്ലി ഇതിന് റെസ്പോണ്ട് ചെയ്യണം. എന്തായാലും നമ്മുടെ സ്റ്റാമർ പോയിരിക്കുവാണ്. മേ ബി പുതിയ നമ്മുടെ ആൻറ്റി ബാനും മേ ബി നമ്മളെ ഫേവറായിട്ട് ഈ ഒരു നിയമത്തിൽ, എസ്പെഷ്യലി ILRൻ്റെ കേസിൽ നമുക്ക് ഫേവറായിട്ടൊരു ഇതെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പറയാൻ പറ്റില്ല, പുള്ളി ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറ്റുന്നതുകൊണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ പോലും ഞാൻ പറയുക കേട്ടോ. ഓക്കെ, ദേ ഹാവ് സെറ്റ് ക്ലിയർലി ദറ്റ് മൂവിങ് ഗോൾ പോസ്റ്റ് നൗ ഈസ് അൺഫെയർ, പൊട്ടൻഷ്യലി അൺലോഫുൾ ആൻഡ് ഡാമേജിങ് ദ കൺട്രി എന്നാണ് ഇവരുടെ പബ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മുടെ ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ ജസ്റ്റിസ് ആൻഡ് ഹോം അഫയേഴ്സ് കമ്മിറ്റി പുറത്ത് വിട്ടിരിക്കുന്നു. 122 പേജുള്ള ഈ ഒരു അവരുടെ ഫൈൻഡിങ്സ്. ഇതിന് നമ്മുടെ ഗവൺമെൻറ് ഇമ്മീഡിയറ്റ്ലി ഉത്തരം കൊടുത്തേ പറ്റൂ. കാരണം നെറ്റ് മൈഗ്രേഷൻ കുറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും PR-ൻ്റെ വക്കിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് അവരെ ബാധിക്കുന്ന പരിപാടിയാണ്. ഗോൾ പോസ്റ്റ് എടുത്ത് മാറ്റുന്നത് ശരിയല്ല. ഓക്കെ, അതൊക്കെ വളരെ കറക്റ്റാണ്. പണ്ട് നമ്മൾ ഈ ഒരു നിയമം പറഞ്ഞപ്പോൾ തന്നെ ഇത് അൺഫെയർ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇത് അൺഫെയർ ഒന്നുമല്ല, ഇത് ഇവിടുത്തെ രാജ്യം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്തായി? ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ തന്നെ അവർ തന്നെ വന്ന് പറഞ്ഞു ഇതൊക്കെ അൺഫെയർ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിവേ ഗൈസ്, പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. സന്തോഷിച്ചു. ഇനിയിപ്പോൾ നിയമം ഈ പറഞ്ഞ അവസാനം വരുമോ എന്ന് ഇതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വരാനുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.